ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു 1 വീക്കൊക്കെ ലീവ് കിട്ടിയിട്ട് അതൊന്നും ആഘോഷിച്ച് വരുമ്പോഴത്തേക്കും കോളേജിലേക്ക് തിരിച്ചു പോകാറായിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും അമ്മയും ഓർത്തത്, അയ്യോ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോയില്ലല്ലോ എന്ന്. നമ്മൾ എല്ലാ കൊല്ലം തൃശ്ശൂർ പൂരം എക്സിബിഷനൊക്കെ കാണാൻ പോയി കുറേ പൈസയൊക്കെ പൊട്ടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പതിവ് തെറ്റിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാനും അമ്മയും വേഗം തേക്കിൻകാട് വിട്ടു എക്സിബിഷൻ കാണാനായിട്ട്. ആസ് യൂഷ്വൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എക്സിബിഷൻ കാണാനായിട്ട്. പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല, നമുക്ക് കണ്ടാൽ മതിയല്ലോ. എല്ലാ കൊല്ലത്തെ പോലെ തന്നെ ഇത്തവണ നമ്മളൊന്നും വാങ്ങിക്കില്ല, നമ്മൾ ചുമ്മാ കണ്ടിട്ട് വരുള്ളൂ എന്നും പറഞ്ഞാണ് കേട്ടോ ഇത്തവണയും പോയത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. കാറൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് തിരിച്ച് നടന്ന എൻട്രൻസിൻ്റെ അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് വരാനുള്ള അത്രയ്ക്ക് ദൂരമുണ്ട് കേട്ടോ. അത്രയും ഡിസ്റ്റൻസിലാണ് ഇവർ നമ്മളോട് കൊണ്ട് പാർക്ക് ചെയ്തിടാനായിട്ട് വന്നത്. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട്. പെർ ഹെഡ് 40 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റിന്. സാധാരണ നമുക്ക് ഫ്രീ പാസ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്, ഇത്തവണ അത് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എക്സിബിഷൻ കാണാൻ പോണത്. അങ്ങനെ എക്സിബിഷനൊക്കെ കണ്ട് ക്ഷീണിച്ച് വയ്യാണ്ട് നിൽക്കണ എൻ്റെ അമ്മിക്കുട്ടീനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പാവമ്മ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഷോപ്പ് എത്തിയിട്ടും ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷനൊക്കെ കാണുന്നത്. പക്ഷെ അതിൻ്റെ റിഗ്രറ്റിൽ ഞങ്ങൾ തിരിച്ച് നടന്നു ഫസ്റ്റ് ഷോപ്പിലേക്ക്. അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട 1-2 ടോപ്പൊക്കെ വാങ്ങിച്ചു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് കേട്ടോ. ഒരു സാധനവും വാങ്ങിക്കേണ്ടത് എല്ലാ ചാരിറ്റിയിലേക്കും എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന അമ്മയാണിത്. പിന്നെ ഭഗവത്ഗീത. എക്സിബിഷന് പോയിട്ട് കണ്ട വെറൈറ്റി സാധനം ആയതുകൊണ്ടായിരിക്കാം അമ്മ ഭഗവത്ഗീതയൊക്കെ വാങ്ങിച്ചത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അങ്കിളിൻ്റെ ഒരു ആയുർവേദിക് സ്റ്റോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ആയുർവേദിക് ഷാമ്പൂവും അമ്മ വാങ്ങിച്ചു. പിന്നെ ഈ സ്വീറ്റ് കോണും മസാല കോണും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചിട്ടോ. അതിൻ്റെ എരിവ് മാറ്റാനായിട്ട് നല്ല തണുത്ത ഐസ്ക്രീമും കഴിക്കാൻ നിന്നു. അമ്മേനെ കുറച്ച് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. കാരണം ഐസ്ക്രീമൊക്കെ ചൂടാക്കി കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് എൻ്റെ അമ്മ. ഒട്ടും കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ കോലം കണ്ടില്ലേ. പാവം എന്നോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇത്ര നീറ്റായിട്ട് ഐസ്ക്രീം കഴിക്കണേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ അമ്മ. അങ്ങനെ ഞങ്ങൾ നടന്ന് പുറത്തെത്താറായപ്പോഴാണ് അവിടെ ഒരു ഗുരുവായൂർ അമ്പലം. അവിടെ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ മോഡലും ഗരുഡനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു. എല്ലാ കൊല്ലവും എക്സിബിഷന് വരുമ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫൗണ്ടൻ്റെ മുന്നിൽ നിന്ന് ഞാനും അമ്മയും കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എക്സിബിഷന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വേറെ ആരുടെയൊക്കെ കൂടെ എവിടെയൊക്കെ പോയാലും അമ്മയുടെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും എക്സിബിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു.